الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على محمد رسول الله وعلى آله وصحبه الفائزين بالله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ചിന്തകന്മാരെ, സാഹിത്യ തലത്തിലെ ഇസ്ലാമി പ്രവർത്തകർ, ഈ പരിപാടിക്ക് വേണ്ടി വളരെയേറെ പ്രയത്നിച്ച സംഘാടകർ, എല്ലാവരോടും എന്റെ നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. തീർച്ചയായും ഞാൻ കണ്ട പരിപാടികളിൽ വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഈ അന്താരാഷ്ട്ര പുസ്തകമേള. ഇത് സംഘടിപ്പിക്കുന്ന പണ്ഡിതനും എഴുത്തുകാരനും ഭരണാധികാരിയുമായ അമീർ ഡോക്ടർ സുൽത്താൻ അവരുടെ സേവനം വളരെയേറെ ശ്ലാഘിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബഹുമാന്യ സുഹൃത്തും ആത്മസുഹൃത്തിന്റെ പുത്രനുമായ ഷാജഹാൻ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടൊക്കെ അതിശയോക്തിപരമാണ് എന്ന് ഞാൻ ആദ്യമായി തന്നെ പറയുകയാണ്. ഞാൻ ചില വിഷയങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ നിർബന്ധിതനായതുകൊണ്ട് വ്യത്യസ്തമായ ചിലതൊക്കെ എഴുതാൻ അവസരമുണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ ചിലപ്പോഴൊക്കെ പ്രസംഗിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ് ഈ വിഷയവുമായി പറയാനുള്ള കാര്യം. ഞാൻ മുഖവരയും മറ്റു വിശദീകരണങ്ങളും കൂടാതെ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരോഗ്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം വേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ചിന്ത നമുക്കെല്ലാം തന്നെ, പ്രായമായവർക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും എല്ലാം തന്നെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് എന്നതിൽ തർക്കമുണ്ടാകാനിടയില്ല. എന്നാൽ ആരോഗ്യം എന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ മുമ്പിലുള്ള ചിന്തകൾ, നമ്മുടെ മുമ്പിൽ ഉള്ള കണ്ടെത്തലുകൾ, പുതിയ നൂതനമായ നിർമ്മിതികൾ, നൂതനമായ നേട്ടങ്ങൾ, ഇതൊക്കെയും ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരോഗ്യശാസ്ത്രം എന്ന വിഷയവുമായിട്ടാണ്. ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന വിഷയവുമായിട്ടാണ്. എല്ലാ വിഭാഗത്തിന്റെയും മെഡിക്കൽ കലാലയങ്ങളിൽ ഹെൽത്ത് സയൻസിന്റെ പല തലങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ചികിത്സാ പദ്ധതികളാണെങ്കിൽ ലോകത്ത് ആയിരക്കണക്കിൽ ചികിത്സാ പദ്ധതികളുണ്ട്. അതുകൊണ്ടൊക്കെ പല ആളുകൾക്കും പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു ചികിത്സാ പദ്ധതിക്ക് വേണ്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും ചികിത്സാ പദ്ധതിയെ അന്ധമായി വിമർശിക്കാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഊന്നി പറയാൻ ഉദ്ദേശിക്കുകയാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നതിനേക്കാൾ എത്രയോ മഹത്തായ കാര്യം രോഗം വരാതെ സൂക്ഷിച്ചുകൊണ്ട് ആരോഗ്യകരമായ ഒരു ആരോഗ്യ വീക്ഷണത്തോടുകൂടി, ഒരു ഹെൽത്ത് വിഷനോടുകൂടി ജീവിക്കുക എന്നതാണ് ഏതു ചികിത്സാ പദ്ധതിയിലൂടെയും നമ്മുടെ ലക്ഷ്യം നേടുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. എന്റെ ജീവിതാനുഭവങ്ങളും കൂടി എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമ്മുടെ മുമ്പിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്. പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ മുതൽ വൈവിധ്യമാർന്ന ചികിത്സാ പദ്ധതികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുകൊണ്ടൊക്കെ പല ആളുകൾക്കും പ്രയോജനം കിട്ടുന്നു എന്നുണ്ടെങ്കിലും നിലവിലുള്ള യാഥാർത്ഥ്യം, ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള നിലവിലുള്ള യാഥാർത്ഥ്യം, ആരോഗ്യരംഗത്തെ പുരോഗതിക്കൊപ്പം തന്നെ ജനങ്ങൾ കൂടുതൽ രോഗാതുരരായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ആയുർദൈർഘ്യം എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഞാൻ അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ആരോഗ്യരംഗത്ത് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ആയിരിക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോക മോഡലാണ് ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ സർക്കാരിന്റെയും സർക്കാരേതര സ്വകാര്യ മേഖലയുടെയും പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടുതൽ ആളുകൾ രോഗാതുരരായിക്കൊണ്ടിരിക്കുന്നു. മോർബിഡിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലൂടെ നമ്മുടെ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും കടന്നു പോകുന്ന
മധ്യവയസ്സിൽ പിന്നിട്ട മിക്ക ആളുകളും ഒട്ടേറെ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെയേറെ ഉത്കണ്ഠ പേറിക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥാവിശേഷം നിലവിലുണ്ട്. UAE പൗരന്മാര് ഈ വിഷയവുമായി കേരളത്തെക്കാളും പിന്നിലാണ് എന്ന് ഇന്നൊരു പത്രത്തിൽ നിന്ന് എനിക്ക് വായിക്കാൻ കഴിയും. ലോകത്ത് പ്രമേഹ രോഗികളുടെ ആനുപാതികമായ എണ്ണത്തിന്റെ കാര്യത്തിൽ ഏതോ ഒരു നോറ ദ്വീപോ മറ്റോ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം UAEക്കാണ്. ഒന്നാം സ്ഥാനം എന്ന് പറയുമ്പോൾ അത് അഭിമാനിക്കാനുള്ളതാണോ അതല്ല ദുഃഖിക്കാനും വിഷമിക്കാനും ഉള്ളതാണോ എന്ന് ഞാൻ ഇപ്പോൾ പറയേണ്ടതില്ല. എന്തായിരുന്നാലും രോഗാതുരത എന്ന് പറയുന്ന അവസ്ഥാവിശേഷം ലോകത്തുടനീളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രംഗത്ത് നിർണായകമായ സംഭാവന അർപ്പിക്കാൻ കഴിയുന്നത് ഏതെങ്കിലും ആരോഗ്യശാസ്ത്രം എന്ന് പറയപ്പെടുന്ന ശാസ്ത്രത്തിനോ ഏതെങ്കിലും മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നതിനോ അല്ല, ഒരു ഹെൽത്ത് വിഷൻ, ഒരു ആരോഗ്യ ദർശനം, ആരോഗ്യ വിഷയത്തെ സംബന്ധിച്ച് ആരോഗ്യകരമായ ഒരു ജീവിത വീക്ഷണം, അതിനാണ് ഈ രംഗത്ത് നിർണായകമായ പങ്കുവയ്ക്കാൻ കഴിയുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നല്ല ആരോഗ്യ വീക്ഷണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കാതെ, രോഗങ്ങൾ വന്നാൽ തന്നെ ശമനത്തിന് താമസം നേരിടാതെ, ജീവിത സായാഹ്നത്തിൽ ഉത്കണ്ഠകളില്ലാതെ, വേവനാദികളില്ലാതെ, സംതൃപ്തിയോടെ, സ്വയം സംതൃപ്തിയോടെ, പടച്ചവനെ സംബന്ധിച്ച സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ ആരോഗ്യകരമായ ഒരു ആരോഗ്യ വീക്ഷണം സഹായകമാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതങ്ങനെയാണോ അല്ലെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഞാൻ എന്റെ അഭിപ്രായം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരോഗ്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് മൗലികമായ പല കാര്യങ്ങളുണ്ട്. ഞാനത് വിശദീകരിക്കാൻ സമയം പോരാ. ലോകാരോഗ്യ സംഘടനയ്ക്ക് അതിന്റെ പ്രവർത്തന രംഗത്ത് ഒട്ടേറെ വിജയങ്ങളും അല്പസ്വല്പമൊക്കെ പാളിച്ചകളും പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തിന് ഏറെക്കുറെ പൂർണ്ണമായ ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യജീവിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയുടെ പേരാണ് ആരോഗ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ രോഗങ്ങൾ ഇല്ലാതിരിക്കുക എന്നതാണ് ചില ആളുകളുടെ വീക്ഷണത്തിൽ ആരോഗ്യം. ചില ആളുകളുടെ വീക്ഷണത്തിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും എത്ര കഠിനമായി ജോലി ചെയ്താലും ക്ഷീണിക്കാത്ത ഒരവസ്ഥയാണ് ചില ആളുകൾ ആരോഗ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനപ്പുറം കായികമായ സുസ്ഥിതി, മാനസികമായ സുസ്ഥിതി, സാമൂഹ്യമായ സുസ്ഥിതി, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരാൾ ആരോഗ്യവാനാകുന്നത്. അവിടെ ലോകാരോഗ്യ സംഘടന എണ്ണിപ്പറയാത്തൊരു കാര്യം കൂടിയുണ്ട്. അത് ആത്മീയമായ സുസ്ഥിതിയാണ്, സ്പിരിച്വൽ വെൽബീയിങ്. അത് അംഗീകരിക്കുന്നവരില്ലാത്തവരുണ്ടാകാം. എന്തായിരുന്നാലും വെൽബീയിങ്ങിന്റെ 3 തലങ്ങൾക്കപ്പുറം 4ാമത് തലമായിട്ട് സ്പിരിച്വൽ വെൽബീയിങ്, ആത്മീയമായ സുസ്ഥിതി എന്ന കാര്യവും കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കയറി കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. ശാരീരികമായ സുസ്ഥിതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാനസികമായ സുസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്ത് നിലവിലുള്ള രോഗങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടേറെ രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനോശാരീരിക രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. പല ആളുകൾക്കും അൾസർ ഉണ്ടാകുന്നത് ടെൻഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പല ആളുകൾക്കും മാറാത്ത തലവേദന ഉണ്ടാകുന്നത് ടെൻഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പല ആളുകളുടെയും പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും ഒക്കെ മൂർച്ഛിക്കുന്നത് ടെൻഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പല ആളുകളുടെയും ക്യാൻസർ ശമനാതീതമായി മാറുന്നത് ടെൻഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ടെൻഷൻ മാറിയാൽ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ രോഗം വിട്ടുമാറും, അല്ലെങ്കിൽ രോഗത്തിന്റെ ശമന സാധ്യത വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. ടെൻഷൻ എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് ഭയം എന്നൊരു കാര്യവും കൂടിയാണ്. ഇത് പറയുമ്പോൾ ഖുർആനിന്റെ ആരോഗ്യ ദർശനം, ആരോഗ്യത്തിന്റെ ദൈവശാസ്ത്രം എന്ന് ഞാൻ പറയുമ്പോൾ ഖുർആനിന്റെ ആരോഗ്യ ദർശനം ഞാൻ പ്രധാനമായും എന്റെ മനസ്സിൽ കാണുകയാണ്. ഖുർആനിൽ രോഗത്തെ സംബന്ധിച്ച് പറഞ്ഞ മറവ് എന്ന അറബി പദമാണ് രോഗത്തിനുള്ള വാക്ക്. ആ പദം ഖുർആനിൽ പ്രയോഗിച്ച എല്ലാ സന്ദർഭങ്ങളിലും
ഈ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിലാണ് രോഗമുള്ളത്. ഈ ഖുലൂബിഹിം എന്ന വാക്കിന് ഇങ്ങനെ രണ്ട് രൂപത്തിൽ അർത്ഥമാകാവുന്നതാണ്. അപ്പോ യഥാർത്ഥത്തിൽ രോഗത്തിന്റെ ഇരിപ്പിടം അത് ഹൃദയമാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവം എന്ന അർത്ഥത്തിനപ്പുറത്ത് നമ്മുടെ മനോനിലകളെയും നമ്മുടെ വൈകാരിക നിലകളെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഹൃദയം എന്ന വാക്ക് പറയുമ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ ഹൃദയം എന്ന ഘടകത്തിന് നമ്മുടെ രോഗവും ആരോഗ്യവുമായിട്ട് വളരെ മൗലികമായ അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് ഖുർആനിലെ ഈ പദപ്രയോഗത്തിൽ മനസ്സിലാക്കുന്നത്. ഖുർആനിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ അത് ദൈവികമായ ഗ്രന്ഥമാണ് എന്ന വിശ്വാസത്തോടെയാണ്. അങ്ങനെ അല്ലെന്ന് കരുതുന്നവരും ഈ കൂട്ടത്തിലുണ്ടാകാം. അവരുടെ വികാരവും കൂടി മാനിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് യന്ത്രമനുഷ്യന്മാർ അല്ലെങ്കിൽ യന്ത്രന്മാർ നിർമ്മിക്കപ്പെടുന്ന ഒരു കാലമാണല്ലോ. ഒരു റോബോട്ട് അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അന്യൂനമായി ഉപയോഗിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവർ തരുന്ന ഒരു യൂസേഴ്സ് മാനുവൽ എന്നോ ഓണേഴ്സ് മാനുവൽ എന്നോ പറയുന്ന ഒരു പുസ്തകം ഉണ്ടാകും. കാറ്റലോഗെന്നും സാധാരണയായിട്ട് പറയാറില്ല. ആ പുസ്തകത്തിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഈ റോബോട്ടിനെ പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ അത് അന്യൂനമായി പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യൻ എന്ന മഹായന്ത്രത്തെ, ഈ ലോകത്തുള്ള സകല യന്ത്രങ്ങളെയും അതിവർത്തിക്കുന്ന അനിതരവും അദ്വിതീയവുമായ മഹായന്ത്രമാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ എന്ന മഹായന്ത്രത്തെ അന്യൂനമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ മഹായന്ത്രത്തിന്റെ മഹാസംവിധായകൻ നൽകുന്ന യൂസർ മാനുവൽ അല്ലെങ്കിൽ ഓണേഴ്സ് മാനുവൽ എന്ന് പറയാവുന്ന മാനുവലാണ് ഖുർആൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്തായിരുന്നാലും പ്രപഞ്ചത്തെയാകെ സംവിധാനിച്ച, പരിസ്ഥിതിയാകെ ഒരുക്കിയ, മനുഷ്യനെ ശ്വസിക്കാൻ വായുവും കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും ഒരുക്കിയ, മനുഷ്യന്റെ സാമൂഹ്യ ബന്ധങ്ങൾ കൂട്ടിയിണക്കിയ, മനുഷ്യന്റെ വൈകാരിക സാഫല്യത്തിന്റെ വഴികളൊരുക്കിയ ആ മഹാപ്രപഞ്ചനാഥൻ, പ്രപഞ്ചത്തിന്റെ മഹാനായ നാഥൻ, ആ നാഥൻ നൽകുന്ന യൂസേഴ്സ് മാനുവൽ അതുപയോഗിച്ച് ജീവിച്ചാൽ മാത്രമേ ജീവിതം അന്യൂനമാവുകയുള്ളൂ, ജീവിതത്തിന്റെ സകല തലങ്ങളും പ്രതിസന്ധികളിൽ നിന്ന് മുക്തമാവുകയുള്ളൂ എന്നതാണ് ഭൗതികമായ വസ്തുത. ആ രംഗത്ത് ഈ ദൈവികമായ ഈ മാനുവൽ ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ കാര്യമാണ് മനുഷ്യരുടെ കൽബുകളിലാണ് രോഗമുള്ളത്, മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് രോഗമുള്ളത് എന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അന്യൂനമായ ഒരു ആരോഗ്യ വീക്ഷണം നമ്മുടെ ഹൃദയത്തിൽ അവിടെ രക്തപ്രതിഷ്ഠമായിട്ടുണ്ടെങ്കിൽ, രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആജീവനാന്തം ആരോഗ്യത്തെ സംബന്ധിച്ച ഉത്കണ്ഠകളില്ലാത്ത, ഭയമില്ലാത്ത, സംഘർഷമുക്തമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. ഇതിന്റെ മറ്റു തലങ്ങളിലേക്ക് ഞാൻ പിന്നീട് പ്രവേശിക്കാം. പിന്നെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരം എങ്ങനെയൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശ്വസനം എന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ ഒന്നാമത്തെ ആധാരം. ശ്വസനം എന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്ന ഒരു ഘടകമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ ഓക്സിജൻ പൂർണ്ണമായി ശ്വസനത്തിലൂടെ ലഭിക്കണം. നമ്മുടെ അവയവങ്ങളുടെ, നമ്മുടെ കോശവ്യവസ്ഥയുടെ, നമ്മുടെ ശരീരത്തിലെ സകലമാന സംവിധാനങ്ങളൊക്കെ അന്യൂനമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മതിയായ അളവിൽ ഓക്സിജൻ ലഭിക്കണം. ഈ കാര്യത്തിൽ പരമാവധി ശ്രദ്ധിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കാം. ഒന്ന്, ശ്വസനം എന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആഴം കുറഞ്ഞ ശ്വസനം, ഷാലോ ബ്രീതിങ് എന്ന് പറയാം. മറ്റൊന്ന് അഗാധമായ ശ്വസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ ഓക്സിജൻ ഉൾക്കൊള്ളാനുള്ള സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ശ്വസനത്തിനാണ് ഡീപ് ബ്രീതിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഏതാണ്ട് എല്ലാ രോഗങ്ങളും ശമിക്കുവാനോ അല്ലെങ്കിൽ രോഗങ്ങളുടെ ഗൗരവം കുറയാനോ
സഹായകമാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശ്വസനം ഷാലോ എന്ന അവസ്ഥയിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ ആഴമില്ലാത്ത ശ്വസനത്തിൽ നിന്ന്, ലങ്സ് നിറയാത്ത ശ്വസനത്തിൽ നിന്ന് ലങ്സിന്റെ ഗണ്യമായ ഭാഗം ഓക്സിജൻ നിറയുന്ന ശ്വസന രീതിയിലേക്ക് നാം മാറുകയാണ്. അങ്ങനെ ഒരു കാര്യം മൗലികമായി നാം ചിന്തിക്കാറില്ല. രണ്ടാമതൊന്ന്, ശുദ്ധമായ വായു യഥേഷ്ടം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം നാം ഇരിക്കുകയും കിടക്കുകയും ജോലി ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് എന്ന കാര്യം ശ്വസനവുമായി ബന്ധപ്പെട്ട മൗലികമായ ഒരു കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. മിക്ക ആളുകളും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. രാത്രിയിൽ അടച്ചുപൂട്ടിയ ഒരു മുറി